ദിവസങ്ങൾ എണ്ണി കാത്തിരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അങ്ങനെ കാത്തിരുന്ന മെയ് 4 എന്ന് പറയുന്ന സുപ്രധാന ദിവസം നമുക്ക് മുമ്പാകെ എത്തുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നാട്ടിലേതിനേക്കാൾ ആവേശമാണ് ഗൾഫില് പ്രവാസികൾക്കിടയിൽ ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഫലങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ വീറും വാശിയും പന്തയം വെക്കലും അടക്കം വളരെ സജീവമാണ്. ബാച്ചിലേഴ്സ് റൂമുകളിൽ തുടങ്ങി സോഷ്യൽ മീഡിയകളിൽ വരെ. സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ നാട്ടിൽ പോയി, പ്രത്യേകിച്ച് ചാർട്ടേഡ് വിമാനമൊക്കെ സജ്ജമാക്കി നാട്ടിൽ പോയി വോട്ട് ചെയ്ത് തിരിച്ചു വരുന്ന ആളുകളുള്ളതാണ് UAE അടക്കമുള്ള ഗൾഫിലെ പ്രവാസികൾ എന്ന് പറയുന്നത്. പക്ഷെ ഇത്തവണത്തെ പശ്ചിമേഷ്യൻ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ കഴിയാത്തതിന്റെ നിരാശ പ്രവാസികൾക്കിടയിൽ വലുതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ 500-ൽ താഴെ ഭൂരിപക്ഷമൊക്കെയുള്ള പല മണ്ഡലങ്ങളിലും പ്രവാസി വോട്ടുകൾ വളരെ നിർണായകമാണെന്ന് നമുക്കറിയാം. പ്രവാസികൾ വോട്ട് ചെയ്യാതിരുന്നാൽ ആ മണ്ഡലങ്ങളിലെ ഒക്കെ ഫലം എങ്ങനെയാണ് മാറി മറിയുക, അതിന്റെ ആകാംക്ഷയും കാര്യങ്ങളും ഒക്കെ പ്രവാസി വോട്ടർമാർക്കിടയിലുണ്ട് എന്നുള്ളതാണ്. UDFന് അനുകൂലമായിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളും കാര്യങ്ങളും ഒക്കെ, പ്രത്യേകിച്ച് പോളിംഗ് 80%-ലധികം മിക്കയിടങ്ങളിൽ ഉയർന്നതും ഒക്കെ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം UDF പ്രവർത്തകർക്കിടയിൽ പകരുന്നുണ്ട്. ഇൻകാസും KMCC ഒക്കെ UDF അനുകൂല തരംഗം തന്നെയാണ് ഇത്തവണ ഇവിടെ ഉള്ളതെന്നാണ് പറയുന്നത്. എന്നാൽ ഈ എക്സിറ്റ് പോളുകളൊന്നും പറയുന്നത് പോലെയല്ല ഭരണ തുടർച്ചയുണ്ടാകും എന്ന ആത്മവിശ്വാസമാണ് ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള പ്രവാസികൾക്കിടയിലുള്ളത്. വോട്ടെണ്ണൽ ദിവസമായിട്ടുള്ള നാളെ പ്രവാസി സംഘടനകളുടെ ഓഫീസുകളിലും മറ്റും വലിയ സ്ക്രീനുകളും കാര്യങ്ങളും ഒക്കെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തത്സമയം അറിയാൻ സജ്ജീകരിച്ചിട്ടുണ്ട്. ദുബായ് KMCC ഓഫീസിലും ഇൻകാസ് ഷാർജ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഷാർജ സെൻട്രൽ മോളിലും ഒക്കെ വലിയ സ്ക്രീനും സംവിധാനങ്ങളും ഒക്കെയാണ് തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ബാച്ചിലർ റൂമുകളിലടക്കം സംവിധാനങ്ങളൊക്കെ സജ്ജമാണ്. പന്തയം വെപ്പും സജീവമാണ്, വാതുവെപ്പുകളും സജീവമാണ്. മുൻപ് തലമുട്ടയടിക്കുന്ന തരത്തിലുള്ള ആചാരങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. മൊബൈൽ ഫോണും ടാബ്ലറ്റും നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റും അടക്കം പന്തയത്തിന്റെ പരിധിയിൽ വരുന്നു എന്നുള്ളതാണ്. ദുബായ് വാർത്തയും നാളെ രാവിലെ മുതൽ തന്നെ ലൈവുമായി ബന്ധപ്പെട്ട എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. വോട്ടെണ്ണലിന്റെ ഓരോ നിമിഷവും തത്സമയം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് ദുബായ് വാർത്തയും ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ കൃത്യമായി ദുബായ് വാർത്തയിലേക്ക് എത്തുക, ദുബായ് വാർത്തയുടെ ലൈവ് ആസ്വദിക്കുക എന്നുള്ളതാണ് നമുക്കും പറയാനുള്ളത്. തെരഞ്ഞെടുപ്പ് ഫലത്തോടൊപ്പം ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, ദുബായ് UW മോളുമായി ബന്ധപ്പെട്ട ഇമ്പൾസ് മെഗാ സെയിലിലെ അത് മെയ് 15 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആളുകളുടെ തിരക്ക് പരിഗണിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു എക്സ്റ്റൻഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല നല്ല ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള നല്ല വിലയിൽ വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഈ മെഗാ സെയിലിന്റെ പ്രത്യേകത. ബാച്ചിലേഴ്സും കുടുംബങ്ങളും അടക്കം വലിയ തിരക്കാണ് ഈ ഇമ്പൾസ് മെഗാ സെയിലിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ളതെന്നാണ്. അപ്പൊ ആളുകളുടെ സൗകര്യാർത്ഥമാണ് ഇത് മെയ് 15 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളതെന്നാണ് മാനേജ്മെന്റ് അറിയിക്കുന്നത്. പെർഫ്യൂമും കോസ്മെറ്റിക്സും വാച്ചുകളും ഹാൻഡ് ബാഗുകളും ഷൂസും സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ എന്ന് വേണ്ട ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങൾ വലിയ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഓഫറുകളിലാണ് ഈ ഷോപ്പിൽ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു ടൈം നിങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലാണ് മെയ് 15 വരെ നീട്ടിയിരിക്കുന്നത് മെഗാ സെയിൽ. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നല്ല നല്ല ഉൽപ്പന്നങ്ങൾ വളരെ കുറഞ്ഞ വിലയിൽ, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള വിലയിൽ സ്വന്തമാക്കുകയും ചെയ്യുക.